വിശ്വാസത്തിൽ എന്നും മുന്നേറും ഞാൻ, വിശ്വാസത്താൽ എല്ലാം ചെയ്തിടും ഞാൻ. വിശ്വാസത്തിൽ എന്നും മുന്നേറും ഞാൻ, വിശ്വാസത്താൽ എല്ലാം ചെയ്തിടും ഞാൻ. ഒന്നും അസാധ്യമായില്ല എൻ്റെ മുന്നിൽ, ഇനി ജയം എനിക്കുണ്ട്. ഒന്നും അസാധ്യമായില്ല എൻ്റെ മുന്നിൽ, ഇനി ജയം എനിക്കുണ്ട്. ഞാനൊട്ടും പിന്മാറുകില്ല, വിശ്വാസ ചുവടുകൾ മുന്നോട്ട് മുന്നോട്ട്. ആരെല്ലാം എതിർത്താലും എന്തെല്ലാം ഭവിച്ചാലും പിന്മാറുകില്ല ഇനി ഞാൻ. അധികാരത്തോടെ ഇനി കൽപ്പിക്കും ഞാൻ, പ്രതികൂലങ്ങൾ മാറിപ്പോകും. ഒന്നും അസാധ്യമായില്ല എൻ്റെ മുന്നിൽ, ഇനി ജയം എനിക്കുണ്ട്. അനർത്ഥമുണ്ടെന്നു ഞാൻ ഭയപ്പെടില്ല, തോൽവി വരുമെന്നും ഞാൻ ഭയപ്പെടില്ല. അനർത്ഥമുണ്ടെന്നു ഞാൻ ഭയപ്പെടില്ല, തോൽവി വരുമെന്നും ഞാൻ ഭയപ്പെടില്ല. ശത്രു ജയിക്കുമെന്നു, ഭാവി നശിക്കുമെന്നു, ഇനിമേൽ ഞാൻ ഭയപ്പെടില്ല. ശത്രു ജയിക്കുമെന്നു, ഭാവി നശിക്കുമെന്നു, ഇനിമേൽ ഞാൻ ഭയപ്പെടില്ല. ഞാനൊട്ടും പിന്മാറുകില്ല, വിശ്വാസ ചുവടുകൾ മുന്നോട്ട് മുന്നോട്ട്. ആരെല്ലാം എതിർത്താലും എന്തെല്ലാം ഭവിച്ചാലും പിന്മാറുകില്ല ഇനി ഞാൻ. അധികാരത്തോടെ ഇനി കൽപ്പിക്കും ഞാൻ, പ്രതികൂലങ്ങൾ മാറിപ്പോകും. ഒന്നും അസാധ്യമായില്ല എൻ്റെ മുന്നിൽ, ഇനി ജയം എനിക്കുണ്ട്. ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. യോശുവ ജനത്തോട് പറഞ്ഞു, നിങ്ങൾ തന്നെ ശുദ്ധീകരിപ്പിന്ന് പറഞ്ഞു. ദൈവത്തിൻ്റെ കൽപ്പന ജനത്തെ ശുദ്ധീകരിപ്പിന്നാണ്. യോശുവ ജനത്തോട് പറഞ്ഞു. എന്തുണ്ടായി? 14 വാക്യം മുതൽ വായിക്കാം. നിങ്ങൾ രാവിലെ ഗോത്രം ഗോത്രമായി അടുത്തു വരണം. യഹോവ പിടിക്കുന്ന ഗോത്രം കുലം കുലമായി അടുത്തു വരണം. യഹോവ പിടിക്കുന്ന കുലം കുടുംബം കുടുംബമായിട്ട് അടുത്തു വരണം. യഹോവ പിടിക്കുന്ന കുടുംബം ആളാം പ്രതി അടുത്തു വരണം. ശബ്ദാർപ്പിത വസ്തുവോടുകൂടെ പിടിപ്പെടുന്നവനെയും അവനുള്ള സകലത്തെയും തീയിലിട്ട് ചുട്ടുകളയണം. അവൻ യഹോവയുടെ നിയമം ലംഘിച്ച് ഇസ്രായേലിൽ വഷളത്വം പ്രവർത്തിച്ചിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഗോത്രം ഗോത്രമായി എടുത്തു വരാൻ പറഞ്ഞു. ഓരോ ഗോത്രങ്ങൾ, ഇസ്രായേലിൻ്റെ 12 ഗോത്രങ്ങളും. പിന്നെ കുലം കുലമായി എടുത്തു വരാൻ പറഞ്ഞു, 12 കുലങ്ങൾ. പിന്നീട് ഭവനം ഭവനമായി, കുടുംബം കുടുംബമായി എടുത്തു വരാൻ പറഞ്ഞു, ഓരോ കുടുംബങ്ങൾ. ഓരോ കുടുംബത്തിൽ നിന്നും വ്യക്തി വ്യക്തിയായി എടുത്തു വരാൻ പറഞ്ഞു. അതിലൊരാളെ പിടിക്കപ്പെട്ടു. എത്രയേറെ വലിയൊരു ജനക്കൂട്ടം. അതിൽ ഒരാൾ പാപം ചെയ്തു, ഒറ്റയ്ക്കൊരാൾ. ആഖാൻ പാപം ചെയ്തു. നമുക്ക് വായിക്കാം, അടുത്ത പാരഗ്രാഫ് വായിക്കാം. അങ്ങനെ യോശുവ അധികാലത്ത് എഴുന്നേറ്റ് ഇസ്രായേലിനെ ഗോത്രം ഗോത്രമായി വരുത്തി. യഹൂദ ഗോത്രം പിടിക്കപ്പെട്ടു. അവൻ യഹൂദ ഗോത്രത്തെ കുലം കുലമായി വരുത്തി. സഹ്യകുലം പിടിക്കപ്പെട്ടു. അവൻ സഹ്യകുലത്തെ കുടുംബം കുടുംബമായി വരുത്തി. ശബ്ദി പിടിക്കപ്പെട്ടു. അവൻ്റെ കുടുംബത്തെ ആളാം പ്രതി വരുത്തി. യഹൂദ ഗോത്രത്തിൽ സേരഹിന്റെ മകനായ സബ്ദിയുടെ മകനായ കർമ്മിയുടെ മകൻ ആഖാൻ പിടിക്കപ്പെട്ടു. യഹൂദ ഗോത്രത്തിലുള്ള ആഖാൻ കുറ്റവാളിയായി പിടിക്കപ്പെട്ടു. യോശുവ ആഖാനോട്, മകനെ, ഇസ്രായേലിന്റെ ദൈവമായ യഹോവയ്ക്ക് മഹത്വം കൊടുത്ത് അവനോട് ഏറ്റുപറക, നീ എന്തു ചെയ്തു എന്ന് പറക, എന്നോട് മറച്ചു വെക്കരുത് എന്ന് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. ആഖാൻ
പിടിക്കപ്പെട്ട് കഴിഞ്ഞപ്പോഴേക്കും അവൻ വിറയിലൂടെ നിൽക്കുകയാണ്. ഇത്രയൊന്നും വേണ്ടായിരുന്നു. യോശുവ ഉപവാസമെടുത്ത് നിലവിളിച്ചുകൊണ്ടിരുന്നപ്പോൾ അവന് യോശുവയുടെ അടുക്കലേക്ക് ഓടി വരാമായിരുന്നു. എനിക്ക് തെറ്റുപറ്റി. ഞാനാണ് ഈ ഇത്രയും ജനത്തിന് നഷ്ടം വരാൻ കാരണം. ഞാൻ ഒരുത്തനാണ്. ഞാൻ മൂലമാണ് ഈ വലിയൊരു കൂട്ടം ജനം നാശത്തിൽപ്പെട്ടത്. ഞാൻ എന്താ പരിഹാരം ചെയ്യേണ്ടതെന്ന് എനിക്കറിയാൻ പാടില്ല. ഞാൻ ക്ഷമ ചോദിക്കുകയാണ്. ദൈവത്തിൻ്റെ അഭിഷിക്തനായ ദൈവത്തിൻ്റെ പ്രവാചകനായ യോശുവയുടെ അടുക്കൽ ഞാൻ ദൈവത്തിൻ്റെ അഭിഷിക്തൻ എന്നുള്ളതുകൊണ്ട് ഞാൻ വരികയാണ്. ഞാൻ തുറന്ന് പറയുകയാണ്, ഞാൻ തെറ്റ് ചെയ്തു പോയി. ശബദാർപ്പിത വസ്തുവിൽ ഞാൻ ചിലത് എടുത്തുപോയി. ഞാൻ വെള്ളിക്കട്ടിയെടുത്തു, സ്വർണ്ണമെടുത്തു, ഞാൻ മേലങ്കി എടുത്തു, വസ്ത്രമെടുത്തു, ബാബിലോന്യ വസ്ത്രം നല്ലത് കണ്ടപ്പോൾ അത് എടുത്തു. ഞാനതെല്ലാം നിലത്ത് കുഴിച്ചിട്ടിട്ടുണ്ട്, കൂടാരത്തിന് നടുവിൽ കുഴിച്ചിട്ടിട്ടുണ്ട്. ഞാനത് തിരിച്ചു കൊണ്ടുവരാം. എനിക്ക് ഇത്തവണത്തേക്കൊരു മാപ്പ് തരണം. വേണ്ടി പറയാമായിരുന്നു. പക്ഷെ പിടിക്കപ്പെടുന്നവരെയും പറഞ്ഞില്ല. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ന്യായവിധിയുടെ നാൾ വരെയും ഇന്നും മനസ്സിൽ ചില കറകൾ വെച്ചുകൊണ്ടിരിക്കുന്നവരുണ്ട്. മരിക്കുന്നവരെയും കറകളെക്കുറിച്ച് ചിന്തയില്ലാതെ അലസരായിരിക്കുന്നവരുണ്ട്. അതെങ്ങനെ പറയേണ്ട കാര്യമില്ല, അത് തിരുത്തേണ്ട കാര്യമില്ല, അതിൽ ദൈവം സ്നേഹമല്ലേ, ദൈവം ക്ഷമിക്കും, ദൈവം കരുണയല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ട്. ദൈവത്തിന് സ്തോത്രം. ആഖാൻ പിടിക്കപ്പെട്ടു. യേശു ആഖാനോട് പറഞ്ഞു, അവനെ ഇസ്രായേൽ ദൈവമായ യഹോവയ്ക്ക് മഹത്വം കൊടുത്ത് അവനോട് നീ ഏറ്റുപറയുക, എന്നോട് നീ മറച്ചു വയ്ക്കരുത്. ദൈവത്തോട് നീ ഏറ്റുപറയുക, എന്നോട് നീ മറച്ചു വയ്ക്കരുത്. നീ എന്ത് ചെയ്തു എന്ന് പറയുക, എന്താണ് സംഭവിച്ചത് എല്ലാം കൃത്യമായി പറയുക. ഞാൻ പാപം ചെയ്തെന്ന് പറഞ്ഞാൽ പോരാ, ഞാൻ മോഷ്ടിച്ചെന്ന് പറഞ്ഞാൽ പോരാ. നീ കൃത്യമായി സ്പെസിഫിക്കായി മുഴുവനും കൃത്യമായി നീ ഏറ്റു പറയണം. മകനെ, ഇസ്രായേൽ ദൈവമായ യഹോവയ്ക്ക് മഹത്വം കൊടുത്ത് അവനോട് ഏറ്റു പറയുക, നീ എന്ത് ചെയ്തു എന്ന് പറയുക. കൃത്യം പറയണം, എന്ത് ചെയ്തു എന്ന് പറയുക. എന്നോട് നീ മറച്ചു വയ്ക്കരുത് എന്ന് പറഞ്ഞു ആഖാൻ യോശുവയോട്. ഞാൻ ഇസ്രായേലിന്റെ ദൈവമായ യഹോവയോട് പിഴച്ച് ഇന്നത് ചെയ്തിരിക്കുന്നു സത്യം. ഓരോന്നോരോന്ന് പറയുകയാണ്. ഇന്നത് ചെയ്തിരിക്കുന്ന സത്യം എന്തൊക്കെയാണത്? ഞാൻ കൊള്ളയുടെ കൂട്ടത്തിൽ വിശേഷമായ ഒരു ബാബിലോണിയ മേലങ്കിയും മേലങ്കി കണ്ടു. മനോഹരമായൊരു മേലങ്കിയാണ്, അതിവിശേഷമായ മേലങ്കിയാണ്. നമ്മുടെ നാട്ടിലും കിട്ടുന്നതല്ല. ബാബിലോന്യ മേലങ്കിയാണ്. ബാബിലോണിയയിലെ നെബൂഖദ്നേസർ രാജാവിൻ്റെ രാജധാനിയിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന മേലങ്കിയാണ്. അത് ഞാൻ കണ്ടു, അത് എടുത്തു. 200 ശേക്കൽ വെള്ളിയും, അവിടെ 200 ശേക്കൽ വെള്ളി കിട്ടി, അതും എടുത്തു. 50 ശേക്കൽ തൂക്കമുള്ള ഒരു പൊൻകട്ടിയും കണ്ടു. ഒരു 50 ശേക്കൽ തൂക്കമുള്ള ഒരു പൊൻകട്ടിയും ഇത് ഞാൻ കണ്ടു. ബാബിലോന്യ മേലങ്കി കണ്ടു, വെള്ളി കണ്ടു, സ്വർണം കണ്ടു, ഞാൻ കണ്ടു, മോഹിച്ചു, എടുത്തു. അവ എന്റെ കൂടാരത്തിന്റെ നടുവിൽ നിലത്തെ കുഴിച്ചിട്ടിരിക്കുന്നു. ഞാനത് മറച്ചു വെച്ചിരിക്കുന്നു. സ്തോത്രം. വെള്ളി അടിയിലാകുന്നു എന്ന് ഉത്തരം പറഞ്ഞു. കൃത്യമായിട്ടാണ് പറയുന്നത്, വെള്ളി അടിയിലാകുന്നു. ശരിയായ കുമ്പസാരമാണ്, ശരിയായ കുമ്പസാരം. പ്രിയപ്പെട്ടവരെ, ചോദിച്ചുകൊള്ളട്ടെ, നമ്മൾ പലരുടെയും കുമ്പസാരം എങ്ങനെയാണ്? ഞാൻ എല്ലാ പാവവും ചെയ്തു പോയി. അങ്ങനെയല്ലേ പലരും പറയുന്നത്. അല്ലെങ്കിൽ ഞാൻ നുണ പറഞ്ഞു, പാവമാണ്, പക്ഷേ അതുകൊണ്ട് കാര്യം തീരുമോ? എൻ്റെ ജീവിതത്തിലെ മാരകമായ പാവങ്ങളൊന്നും പറഞ്ഞില്ല. പാവപ്പെട്ട അച്ഛൻ പറഞ്ഞതൊക്കെ കേട്ടു, അത്ര തന്നെ. വേറെ കൂടുതലൊന്നും പറയുന്നില്ലല്ലോ. എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിച്ചു. ഇല്ല, ഇനിയൊന്നും പറയാനില്ലെന്ന് പറഞ്ഞു. അച്ഛൻ നെറ്റിയിൽ 3 പ്രാവശ്യം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ കുരിശുകളെ ഇട്ടു. പിന്നെ ദിവസം പോയി കുർബാന കൊണ്ടു. പാവം ക്ഷമിക്കുമോ? പാവം മോചിക്കുമോ? വ്യർത്ഥമായ ചില ചടങ്ങുകളിൽ മാത്രം ആശ്രയിച്ച് നിൽക്കുകയാണ്. പാവം വേദനയോടെ ഇന്നത് ചെയ്തു എന്നേറ്റ് പറയണം. ഇന്ന കാര്യങ്ങൾ തെറ്റുപറ്റി. ദൈവത്തിന് സ്തോത്രം. ഞാൻ ഓർക്കുന്നു, ദൈവത്തിന് സ്തോത്രം, എൻ്റെ ചെറുപ്രായത്തിലാണ്, 18 വയസ്സൊക്കെ കാണുമായിരിക്കും. ഞാൻ മനസ്സനപ്പെടുന്ന ശേഷമാണ്. ഞാൻ പഴന്തോട്ടത്ത് ഒരു കൺവെൻഷൻ നടക്കുന്നുണ്ടായിരുന്നു. അത് കേൾക്കാൻ ഞാൻ പോയി. പ്രസംഗം കേൾക്കാൻ പോയി. ബഹുമാനപ്പെട്ട എലുവനാമണിയിൽ തോമസ് അച്ഛനാണ് പ്രസംഗിക്കുന്നത്. അദ്ദേഹം ഇല്ല, അനുഗ്രഹീതമായ പ്രസംഗമായിരുന്നു. എലുവനാമണിയിൽ തോമസ് അച്ഛൻ അദ്ദേഹം പ്രസംഗിച്ചു കഴിഞ്ഞു. എനിക്കൊരു കുറ്റബോധം, ശരിയായ കുമ്പസാരം നടത്തണമല്ലോ എന്ന്. ഞാൻ അച്ഛനെടുക്ക് ചെന്ന് ചോദിച്ചു. പിറ്റേ ദിവസം അവിടെ കുർബാനയുണ്ട്. സൺഡേ സ്കൂൾ ബിൽഡിംഗ് ആയിരുന്നു, ഇന്നത്തെ പള്ളിയല്ല, ഒരു സൺഡേ സ്കൂൾ ബിൽഡിംഗ്. അവിടെ അച്ഛൻ പ്രത്യേകിച്ച് കുർബാന ചൊല്ലുകയാണ്. ഞാൻ പറഞ്ഞു, സാർ, ഞാൻ രാവിലെ തന്നെ വന്നാൽ എനിക്ക് കുമ്പസാരിക്കാൻ പറ്റുമോ? കുമ്പസാരിക്കാമല്ലോ. രാവിലെ ചെന്നു. ദൈവത്തിന് സ്തോത്രം. ഇന്ന് ഞാൻ ഓർക്കുന്നു, അന്ന് ഞാൻ വടൂർ സ്കൂളിൽ ഒരു ജൂനിയർ മോസ്റ്റ് അധ്യാപകനായിട്ട് ജോലി ചെയ്യുകയാണ്, മിഡിൽ സ്കൂൾ സെക്ഷനിൽ. ദൈവത്തിന് സ്തോത്രം. ഞാൻ ചെന്നു, അച്ഛനമ്പിൽ മുട്ടുകുത്തി
എനിക്ക് എൻ്റെ ഹൃദയത്തിൽ കൂടി പോയ കാര്യങ്ങൾ ഭാഗ്യവശാൽ പ്രവൃത്തിയിലൊന്നും വന്നില്ലായിരുന്നു. ഹൃദയത്തിൽ കൂടി പോയ കാര്യങ്ങൾ, എൻ്റെ ദ്രവ്യാഗ്രഹം, എൻ്റെ സ്വാർത്ഥത എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ ഓരോന്നോരോന്ന് എല്ലാം കൃത്യമായിട്ട് ഞാൻ ഏറ്റു പറഞ്ഞു. ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ തലയിൽ നനയുന്നു. എനിക്ക് മനസ്സിലായി അച്ഛൻ കരയുകയാണെന്ന്. അച്ഛൻ്റെ കണ്ണിൽ നിന്ന് കണ്ണീർ എൻ്റെ തലയിലേക്ക് വന്ന് വീഴുന്നു. എൻ്റെ കണ്ണിൽ നിന്ന് കണ്ണീർ അച്ഛൻ്റെ ഭാഗത്തിൽ വന്ന് വീഴുന്നു. ദൈവത്തിന് സ്തോത്രം. അതൊരു വലിയ അനുഭൂതിയായിരുന്നു, വലിയൊരു അനുഭവമായിരുന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം എന്നതെല്ലാം ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അന്നതെല്ലാം ഏറ്റുപറഞ്ഞ് ഒരു മോചനം കിട്ടിയത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അന്ന് സാക്ഷാൽ വിശുദ്ധ കുർബാന അനുഭവിച്ചു. പേരിനുള്ള കുർബാന അനുഭവമല്ല, സാക്ഷാലുള്ള അനുഭവം. സാക്ഷാത്തായ കുർബാന അനുഭവം നിങ്ങൾക്കുണ്ടോ പ്രിയപ്പെട്ടവരെ? ചോദിക്കട്ടെ. സാക്ഷാത്തായ കുർബാന അനുഭവം, പാപങ്ങളെല്ലാം വിട്ടുകളഞ്ഞിട്ട് ഇനി ആവർത്തിക്കില്ല എന്നുള്ള നിർബന്ധത്തോടെ ഉറപ്പോടെ അങ്ങനെ കുമ്പസാരിച്ച് കുർബാന അനുഭവിക്കുന്ന അനുഭവം നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ? ഓരോരുത്തരും താൻ ശോധന ചെയ്തിട്ട് വേണം ഈ അപ്പം തിന്നുകയും പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്യുവാൻ. 1 കൊരിന്ത്യർ ലേഖനം 10-ാം അധ്യായം. ഓരോരുത്തരും താൻ ശോധന ചെയ്തിട്ട് വേണം ഈ അപ്പം തിന്നുകയും പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്യുവാൻ. താൻ ശോധന ചെയ്തില്ലെങ്കിലോ അനേകർ മരണത്തിൽപ്പെടുന്നു, അനേകർ രോഗികളായിത്തീരുന്നു. വായിച്ചേ. അങ്ങനെ നിങ്ങൾ ഈ അപ്പം തിന്നുകയും പാനപാത്രം കുടിക്കുകയും ചെയ്യുമ്പോഴൊക്കെയും കർത്താവ് വരുവോളം അവന്റെ മരണത്തെ പ്രസ്താവിക്കുന്നു. അതുകൊണ്ട് അയോഗ്യമായി അപ്പം തിന്നുകയോ കർത്താവിന്റെ പാനപാത്രം കുടിക്കുകയോ ചെയ്യുന്നവൻ എല്ലാം കർത്താവിന്റെ ശരീരവും രക്തവും സംബന്ധിച്ച് കുറ്റക്കാരനാകും. കുർബാന കൊണ്ട് കഴിയുമ്പോൾ കുറ്റക്കാരനാകും. എന്താണ് പറയുന്നത്? കർത്താവിന്റെ ശരീരവും രക്തവും സംബന്ധിച്ച് കുറ്റക്കാരനാകും. എന്തുകൊണ്ട്? അയോഗ്യമായി ചെയ്തു, പാപം ഉപേക്ഷിക്കാതെ ചെയ്തു, പാവം ഏറ്റുപറയാതെ ചെയ്തു. അതുകൊണ്ട് അയോഗ്യമായി അപ്പം തിന്നുകയോ പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയോ ചെയ്യുന്നവനൊക്കെയും അവൻ കർത്താവിൻ്റെ ശരീര രക്തം സംബന്ധിച്ച് കുറ്റക്കാരനാകും. മനുഷ്യൻ തന്നെത്താൻ ശോധന ചെയ്തിട്ട് വേണം ഈ അപ്പം തിന്നുകയും പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്യുവാൻ. മനുഷ്യൻ തന്നെത്താൻ ശോധന ചെയ്തിട്ട് വേണം ഈ അപ്പം തിന്നുകയും പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്യുവാൻ. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. ഇവിടെ ഇരിക്കുന്ന ബഹുമാനപ്പെട്ട ഔസേപ്പച്ചൻ ചിലപ്പോൾ ചില കുമ്പസാരിച്ച് കഴിയുമ്പോൾ പറയും, നിങ്ങൾക്ക് നല്ല കുർബാന കൊള്ളാനുള്ള യോഗ്യതയില്ല, നിങ്ങൾ പാവത്തോട് അനുഭവിക്കാൻ പറയും. അനേകരോട് പറഞ്ഞിട്ടുണ്ട്. സ്തോത്രം. എന്താണ് ആ പാവ ഏറ്റുപറച്ചിലൊരു നോമിനൽ, ഒരു നാമമാത്രമായ ഏറ്റുപറച്ചിലാണ്. അത് ഹൃദയത്തിൽ തട്ടിയുള്ളതായ ഏറ്റുപറച്ചിലല്ലായിരുന്നു. അച്ഛൻ അത് മനസ്സിലായി. അത് മനസ്സിലായപ്പോൾ അച്ഛൻ പറഞ്ഞു, ഈ അനുതാപം കൊണ്ടാവില്ല, നിങ്ങൾ പാവം ഓരോന്നോരോന്ന് കണ്ടുപിടിച്ച് പാവം ഏറ്റുപറഞ്ഞ് എന്നിട്ട് നിങ്ങൾ നാളെ കുർബാന കൊള്ളാൻ ഒക്കൂ എന്ന് അച്ഛൻ അന്ന് വികാരിയായിരുന്ന പള്ളിയിൽ അച്ഛൻ പറഞ്ഞിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. സഹോദരങ്ങളെ, ആകയാൽ തന്നെ ശോധന ചെയ്തിട്ട് വേണം ഈ അപ്പം തിന്നുകയും പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്യുവാൻ. തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നവൻ ശരീരത്തെ വിവേചിക്കാഞ്ഞാൽ തനിക്ക് ശിക്ഷാവിധി തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നു. പാപം ശരിയായി ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കാതെ ഈ വിശുദ്ധ കുർബാന അനുഭവിച്ചാൽ തനിക്ക് തന്നെ ശിക്ഷാവിധി തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നു. ശിക്ഷാവിധിയാണ് തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നത്. ഇത് ഹേതുവായി നിങ്ങളിൽ പലരും ബലഹീനരും രോഗികളുമാകുന്നു. ഇങ്ങനെ അയോഗ്യമായി ഈ വിശുദ്ധ കുർബാന അനുഭവിച്ച പലരും ബലഹീനരാണ്, രോഗികളായിത്തീരുന്നു. അനേകരും നിദ്ര കൊള്ളുന്നു, ചിലർ അതുമൂലം മരിക്കാൻ പോലും ഇടയാകുന്നു. ആരെങ്കിലും അറിയുന്നുണ്ടോ? ഇതുവല്ലതും അറിയുന്നുണ്ടോ? അച്ഛന്മാർ ഇതുവല്ലതും പള്ളി പറയുന്നുണ്ടോ? പാവപ്പെട്ട ജനമെല്ലാം കേൾക്കുന്നുണ്ടോ? പാവങ്ങൾ, സാധുക്കൾ അവർ രക്ഷപ്പെടുന്നു വിചാരിച്ച് പള്ളിയിൽ പോകുന്നു. പാവങ്ങൾ ഒന്നും അറിയാൻ പാടില്ല, പറഞ്ഞു കൊടുക്കാൻ ആളില്ലല്ലോ. ഇതൊന്നും പറഞ്ഞു കൊടുക്കാൻ എവിടെയാണ് സംവിധാനം? എല്ലാവരും ചെല്ലുന്നു, പള്ളി ചെല്ലുന്നു, കുർബാന കാണും, കൈകെട്ടി നിൽക്കുന്നു, വേണമെങ്കിൽ കുർബാന പുസ്തകം കയ്യിലുണ്ടായിരിക്കും, പാടുന്നു, പ്രാർത്ഥിക്കുന്നു, ഒക്കെ എല്ലാം ചടങ്ങായി നടക്കുന്നു. എവിടെയുണ്ട് കുറ്റബോധം? എവിടെയുണ്ട് അനുതാപം? എവിടെയുണ്ട് തകർച്ച? തകർന്ന ഹൃദയത്തോടെ, നീറുന്ന ഹൃദയത്തോടെ, അയ്യോ തെറ്റുപറ്റിപ്പോയല്ലോ എന്നുള്ള അയ്യം വിളിയോടുകൂടി പാവമേറ്റ് പറയുന്നുണ്ടോ? ദൈവത്തിന് സ്തോത്രം. യോശുവ പറഞ്ഞു, മകനെ, ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവയ്ക്ക് മഹത്വം കൊടുത്ത് അവനോട് ഏറ്റുപറയുക, നീ എന്ത് ചെയ്തു എന്ന് പറയുക, എന്നോട് നീ മറച്ചു വയ്ക്കരുത് എന്ന് പറഞ്ഞു. ആഖാൻ യോശുവയോട്, ഞാൻ ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവയോട് പിഴച്ചു, ഇന്നത് ചെയ്തിരിക്കുന്നു, സത്യം, ഞാൻ കൊള്ളയുടെ കൂട്ടത്തിൽ വിശേഷമായ ഒരു ബാബിലോന്യമേലങ്കിയും 200 ശേക്കൽ വെള്ളിയും 50 ശേക്കൽ തൂക്കമുള്ള ഒരു പൊൻകട്ടിയും കണ്ടു, മോഹിച്ചു, എടുത്തു. അവ അതിൻ്റെ കൂടാരത്തിനടുവിൽ നിലത്ത് കുഴിച്ചിട്ടിരിക്കുന്നു, വെള്ളി അടിയിലാകുന്നു എന്ന് ഉത്തരം പറഞ്ഞു. സ്തോത്രം. കൃത്യമായ ഏറ്റുപറച്ചിൽ. പക്ഷേ വൈകിപ്പോയി. ഏറ്റുപറച്ചിൽ വൈകിപ്പോയി. മുമ്പേ വരാമായിരുന്നു, മുമ്പേ വരേണ്ടതായിരുന്നു. പ്രിയപ്പെട്ടവരെ, വൈകിപ്പോകരുത്, താമസിച്ചു പോകരുത്, ഏറ്റുപറയുന്നത് വൈകിപ്പോകരുത്. ഒരിക്കലും നിങ്ങളുടെ പാവം വിട്ടുകളയാൻ ഒട്ടും വൈകിപ്പോകരുത്. ഇനി താമസിക്കരുത്. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ ശുദ്ധീകരണം പ്രാപിക്കാൻ വൈകരുത്. നാളെ ദിവസം നമുക്കുള്ളതല്ല. ആണോ? അല്ലല്ലോ. നാളെ ദിവസം നമുക്കുള്ളതല്ല.
ആഴയെല്ലാം വാതുക്കൽ മരണദൂതൻ കാത്തു നിൽക്കുന്ന ആർക്കറിയാം? മരണദൂതൻ കാത്തു നിൽക്കുകയാണ്, ആരും അറിയുന്നില്ല. ഏതെല്ലാം രോഗങ്ങളാണ് ഓരോരുത്തർ വരാൻ പോകുന്ന ആരറിഞ്ഞു? എത്ര നാൾ ഇനി ആയുസ്സുണ്ടായെന്ന് ആരറിഞ്ഞു? ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. മരണത്തെ ഞാൻ മുഖാമുഖം കണ്ടു. എൻ്റെ ബൈപ്പാസ് സർജറി കഴിഞ്ഞ് ആ ദിവസങ്ങളിൽ വലിയൊരു പ്രശ്നമുണ്ടായി. അങ്ങ് തീരാൻ പോവുകയായിരുന്നു ഡോക്ടർ പറഞ്ഞു. എൻ്റെ മക്കളോട് പറഞ്ഞു, നിങ്ങളാരും പോകരുത്, ഇവിടെ ഉണ്ടായിരിക്കണം. ക്രിട്ടിക്കൽ സിറ്റുവേഷനാണ്. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ അനേകരായിരുന്നു പ്രാർത്ഥിച്ചു. ദൈവത്തിന് സ്തോത്രം. എനിക്ക് മുഖപരിചയമില്ലാത്തതുപോലെ ഇരുന്ന് പ്രാർത്ഥിച്ചു. പാവങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അനേകർ കരഞ്ഞു. ദൈവത്തിന് സ്തോത്രം. ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കുമെന്ന് പറഞ്ഞുകൂടാ, അങ്ങേ ലോകം ഞാൻ കണ്ടിട്ട് വന്നു. സ്തോത്രം. അങ്ങേ ലോകം, മരണാനന്തര ലോകം കണ്ടിട്ട് വന്നു. മാലാഖമാർ കൂട്ടം കൂട്ടമായി സ്തുതിക്കുന്നത് ഞാൻ കേട്ടു. ഞാൻ ആ വെന്റിലേറ്റർ കിടക്കുമ്പോൾ എനിക്കറിയാൻ പാടില്ല ഞാൻ മയങ്ങുകയായിരുന്നു അതോ മരിച്ചു കഴിഞ്ഞോ എനിക്കറിയാൻ പാടില്ല. ഇപ്പോഴും എൻ്റെ മനസ്സിൽ ആ ചിത്രമുണ്ട്. അനേകായിരങ്ങൾ മാലാഖമാർ, നല്ല വെള്ളവസ്ത്രധാരികളായ മാലാഖമാർ ഇങ്ങനെ സ്തുതിക്കുന്നത് കേട്ടു. നോക്കി, ഞാനും ഉറക്കെ അങ്ങ് സ്തുതിച്ചു. സിസ്റ്റേഴ്സ് കേട്ടോ ഇല്ലെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. രാത്രി എൻ്റെ അടുക്കൽ എപ്പോഴും ഉണ്ടായിരുന്ന സിസ്റ്റേഴ്സ്, പക്ഷേ അവർ കേട്ടോ ഇല്ലെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കേട്ടായിരിക്കാം. ഏതായാലും ഞാൻ ഉറക്കെ സ്തുതിച്ചു. ഉറക്കെ എൻ്റെ ശക്തി മുഴുവനും എടുത്ത് സ്തുതിച്ചു. എനിക്കറിയാൻ പാടില്ല അത് അക്ഷരീയമായി സ്തുതിയായിട്ട് പുറത്തു വന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ സ്തുതിച്ചതെന്ന് എനിക്കറിയാം. ദൈവത്തിന് സ്തോത്രം. വലിയൊരു കാഴ്ചകൾ ഞാൻ കണ്ടു. എൻ്റെ സഹോദരങ്ങളെ, ഞാൻ ഇന്ന് അത്ഭുതത്തോടെ ഓർക്കുന്നു. പിന്നെയും ഈ ഭൂമിയിലേക്ക് കർത്താവിനെ തിരിച്ചു വിളിച്ചു. ഒരുപക്ഷെ കർത്താവിൻ്റെ വേല ചെയ്യാൻ എനിക്ക് പിന്നെ ഈ അവസരം തന്നതായിരിക്കും ദൈവത്തിൻ്റെ കൃപ. ഇന്ന് നിങ്ങളുടെ മുമ്പിൽ നിൽക്കാനും കർത്താവ് കൃപ തന്നു. ഇന്ന് അതുപോലെ യോഗങ്ങളിലും പങ്കെടുക്കാൻ കർത്താവ് കൃപ തന്നു. ഓരോ സ്ഥലത്തും ചെല്ലുമ്പോൾ ഞാൻ ഓർക്കും, മുമ്പ് ചെന്ന സ്ഥലങ്ങളിലെല്ലാം വീണ്ടും വരാനിടയായല്ലോ എന്ന്. ഇനിയെങ്ങും യാത്രയില്ലാതെ പോയ മനുഷ്യനാണ്. എല്ലാം തീർന്നൊരു മനുഷ്യനാണ്. എല്ലാം ചുരുട്ടി കെട്ടിവെച്ച മനുഷ്യനാണ്. എല്ലാം തീർന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ ഒരു നാമം മുഖത്തോട്ടെ. എൻ്റെ സഹോദരങ്ങളെ ഞാൻ പറയട്ടെ, മരിച്ച് ജീവിച്ച മനുഷ്യനാണ് ഇരിക്കുന്നത്. അങ്ങേ ലോകം കണ്ട് തിരിച്ചു പോകുന്നൊരു മനുഷ്യനാണ് ഇരിക്കുന്നത്. എനിക്കിനൊരു കാര്യമേ ഉള്ളൂ, വേറൊരു കാര്യമില്ല. യേശുവിന് വേണ്ടി ആയുസ് തീരുക, യേശുവിന് വേണ്ടി ആയുസ് എരിഞ്ഞു തീരുക. വേറെ ഒന്നും വേണ്ട. കർത്താവേ, നീ കേൾക്കുന്നല്ലോ. യേശുവിന് വേണ്ടി ഈ ജീവിതം എരിഞ്ഞെരിഞ്ഞ് കത്തി കത്തി തീരുക. മെഴുകുതിരി കത്തി എരിയുന്നത് പോലെ കത്തി കത്തി തീരുക. കർത്താവേ, ഒരിക്കലും ഈ മെഴുകുതിരി കെട്ടുപോകരുത്, ഈ ചെറുതിരി കെട്ടിപ്പോകരുത്. കർത്താവേ, ഒരിക്കലും കാറ്റ് വന്ന് വീശി ഈ മെഴുകുതിരി കെട്ടിക്കളയാൻ സമ്മതിക്കരുത്. നിൻ്റെ കൈവെള്ള കൊണ്ട് എൻ്റെ ഈ മെഴുകുതിരിയെ നീ പൊതിഞ്ഞ് സൂക്ഷിക്കുക. ദൈവത്തിന് സ്തോത്രം. സഹോദരങ്ങളെ, എനിക്ക് നിങ്ങളോട് യാതനയുണ്ട്, ഒരപേക്ഷയുണ്ട്. പാവം നിങ്ങൾ വിട്ടുകളയാൻ താമസിക്കരുത്. പാവത്തോട് യാത്ര പറയാൻ താമസിക്കരുത്. സ്വർഗത്തിലെ ദൈവത്തിൻ്റെ കരുണ നിങ്ങൾക്ക് അവസരം തരികയാണ്. എന്നൊരു ദിവസം നിങ്ങൾക്ക് തരുന്നുണ്ട്. നാളെ എന്തെന്നോ ആരും അറിയുന്നില്ലല്ലോ. എന്തൊക്കെയാണ് നാളെ സംഭവിക്കുന്നത് അറിയുന്നില്ലല്ലോ. എൻ്റെ ദൈവമേ, ഈ വർഷത്തിൻ്റെ ആരംഭത്തിൽ വർഷാവസാന പ്രാർത്ഥന കൂടിയിരുന്നപ്പോൾ ഹാർഡ് ടൈംസ് അഹെഡ് എന്ന് കർത്താവ് പറഞ്ഞു. വലിയ വലിയ പ്രശ്നങ്ങളുള്ള കാലങ്ങൾ വരാൻ പോകുന്നുവെന്ന്, വലിയ ദുരിതമുള്ള കാലങ്ങൾ വരാൻ പോകുന്നെന്ന്. എന്താണെന്ന് അറിഞ്ഞുകൂടാ. നമുക്ക് ഒരുങ്ങണം, ശുദ്ധീകരണം പ്രാപിക്കണം. ദൈവത്തിന് സ്തോത്രം. ശുദ്ധീകരണം പ്രാപിക്കണം, നമുക്ക് കഴിവുകൾ പ്രാപിക്കണം. ദൈവത്തിന് സ്തോത്രം. നാം ക്രിസ്തുവിൻ്റെ വകയായി തീരണം. ആഖാൻ പിടിക്കപ്പെട്ടു. ആഖാൻ പാവം ഏറ്റു പറഞ്ഞു, പക്ഷെ വൈകിപ്പോയി. എന്തുണ്ടായി? നാം വായിക്കുന്ന ഇങ്ങനെയാണ്: ദൂതന്മാരെ അയച്ച് അവർ കൂടാരത്തിൽ ഓടിച്ചെന്നു. കൂടാരത്തിൽ അതും അടിയിൽ വെള്ളിയും കുഴിച്ചിട്ടിരിക്കുന്നത് കണ്ടു. അവർ അവയെ കൂടാരത്തിൽ നിന്നെടുത്ത് യോശുവയുടെയും എല്ലാ ഇസ്രായേൽ മക്കളുടെയും അടുക്കൽ കൊണ്ടുവന്ന് യഹോവയുടെ സന്നിധിയിൽ വെച്ചു. ദൈവത്തിന് സ്തോത്രം. എല്ലാം കണ്ടെടുത്തു. മോഷ്ടിച്ചുകൊണ്ട് പോയതെല്ലാം, ആഖാൻ മോഷ്ടിച്ചതെല്ലാം തിരികെ കണ്ടെടുത്തു. സമയം പോയി, പക്ഷേ തിരികെ കണ്ടെടുത്തു. ആഖാൻ എന്ത് ചെയ്തു? 25-ാം വാക്യം മുതൽ: ഇങ്ങനെ അവനുള്ള സകലവുമായി ആഖോർ താഴ്വരയിൽ കൊണ്ടുപോയി. നീ ഞങ്ങളെ വലച്ചത് എന്തിന്? യഹോവ ഇന്ന് നിന്നെ വലയ്ക്കും എന്ന് യോശുവ പറഞ്ഞു. പിന്നെ ഇസ്രായേലെല്ലാം അവനെ കല്ലെറിഞ്ഞു. അവരെ തീയിലിട്ട് ചുട്ടുകളയുകയും കല്ലെറിയുകയും ചെയ്തു. അവൻ്റെ മേൽ അവർ ഒരു വലിയ കൽക്കൊന്നുകൂട്ടി. അതിന്നുവരെ ഇരിക്കുന്നു. ഇങ്ങനെ യഹോവയുടെ ഉഗ്രകോപം മാറി. അതുകൊണ്ട് ആ സ്ഥലത്തിന് ആഖോർ താഴ്വര എന്ന് ഇന്നുവരെ പേര് പറഞ്ഞു വരുന്നു. ആഖോർ താഴ്വര. സ്തോത്രം.
വലിയൊരു മുന്നറിയിപ്പാണ്. ആഘോർ താഴ്വര. പാപി പിടിക്കപ്പെടുന്നു, പാപം പിടിക്കപ്പെടുന്നു, പാപം ശിക്ഷിക്കപ്പെടുന്നു. സാരമല്ല, ആഘോർ താഴ്വരയിലേക്ക് അവനെ കൊണ്ടുപോയി. ദൈവത്തിന് സ്തോത്രം. സഹോദരങ്ങളെ, ഇന്ന് അഹങ്കരിക്കുന്നവരില്ലേ? അഹങ്കരിക്കുന്നവർ, ദൈവത്തിന് സ്തോത്രം. വാക്കിൽ അഹങ്കരിക്കുന്നു, പ്രവൃത്തിയിൽ അഹങ്കരിക്കുന്നു. എനിക്കതെല്ലാം കഴിവുണ്ടെന്ന് ചിന്തിച്ച് അഭിമാനം കൊള്ളുന്നു. മോനെ, ഒന്നുമില്ല. നിൻ്റെ കഴിവെല്ലാം ഒരു സെക്കൻഡോട് മാറാനേ ഉള്ളൂ. എല്ലാം നിൻ്റെ വിദ്യാഭ്യാസത്തിൻ്റെ മികവും ഒരു സെക്കൻഡോട് തീരാനേ ഉള്ളൂ. മോളെ, നിൻ്റെ സൗന്ദര്യവും നിൻ്റെ ആരോഗ്യമെല്ലാം ഒരു സെക്കൻഡോട് തീരാനേ ഉള്ളൂ. എപ്പോഴാണ് ഈ ശരീരത്തിൽ നിന്ന് ജീവൻ പോകുന്ന ആരറിഞ്ഞു? എപ്പോഴാണ് ഒരു മാരകമായ രോഗം നിനക്ക് പിടിപെടുന്ന ആരറിഞ്ഞു? എപ്പോഴാണ് നീ ഒരു ആക്സിഡൻറ്റിൽ പെടുന്നത് ആരറിഞ്ഞു? ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ ഒരു നാമം മഹത്വപ്പെടട്ടെ. പ്രിയപ്പെട്ടവരെ, ആർക്കും അഭിമാനിക്കാനൊന്നുമില്ല. നമുക്ക് സ്വന്തം ശക്തിയിൽ ഊന്നാനില്ല, സ്വന്തം വിവേകത്തിൽ ഊന്നാനുമില്ല, ഒരിടത്തും ആശ്രയിക്കാനില്ല. യേശു, യേശു മാത്രം. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. ആഘോർ താഴ്വരയിലേക്ക് അവനെ കൊണ്ടുപോയി. എല്ലാ ജനങ്ങളും ചുറ്റി നിന്നു, ഇസ്രായേലെല്ലാം ചുറ്റി നിന്നു. അവനെ ആ ആഘോർ താഴ്വരയിൽ കൊണ്ടുപോയി കല്ലെറിഞ്ഞു കൊന്നു. ആ വസ്തുക്കളെല്ലാം അവനെല്ലാം സ്വന്തമായിട്ട് സമ്പാദിച്ചതൊന്നും അവന് കിട്ടിയില്ല. എന്നാൽ തുടർന്ന് വായിക്കുമ്പോൾ കാണാം, വാസ്തവത്തിൽ അവനത് എടുക്കാതിരുന്നെങ്കിൽ അത് അവന് കിട്ടുമായിരുന്നു. അവൻ മോഷ്ടിക്കാതിരുന്നെങ്കിൽ പിന്നീടുള്ള അധ്യായങ്ങൾ വായിക്കുമ്പോൾ കാണാം, ഈ വസ്തുക്കൾ ഇതുമെല്ലാം ഇസ്രായേൽക്കാർക്കായിട്ട് വിഭജിച്ച് കൊടുക്കുന്നുണ്ട്. ആ പോയ ഇസ്രായേൽക്കാർക്ക് എല്ലാമായിട്ട് ഇതെല്ലാം വിഭജിച്ച് കൊടുക്കുന്നുണ്ട്. യുദ്ധത്തിന് പോയവർക്ക് എല്ലാവർക്കും വിഭാഗിച്ച് കൊടുക്കുന്നുണ്ട്. ആ കൂട്ടത്തിൽ ആഹാരം കിട്ടുമായിരുന്നു. ആഹാൻ ദൈവം കൊടുക്കുന്നതിന് മുൻപ് കയറി എടുത്തതാണ് അപകടം പറ്റിയത്. ആ ഭാഗം ഇപ്പോൾ പറയാൻ സമയമില്ല, അതുകൊണ്ട് അതിലേക്ക് കടക്കുന്നില്ല. പക്ഷെ ഒന്ന് ഞാൻ പറയാം. ദൈവത്തിന് സ്തോത്രം. നിനക്ക് വേണ്ടി ദൈവം നിയമിച്ചിരിക്കുന്നത് നീ സന്തോഷത്തോടെ സ്വീകരിച്ചാൽ മതി. നിനക്ക് വേണ്ടി ദൈവം എല്ലാം കരുതിയിട്ടുണ്ട്. മോനെ, നിനക്ക് വേണ്ടി എല്ലാം കരുതിയിട്ടുണ്ട്. മോളെ, നിനക്ക് വേണ്ടി എല്ലാം കരുതിയിട്ടുണ്ട്. നിൻ്റെ വിവാഹത്തിൻ്റെ കാര്യം നീ തന്നെ അന്വേഷിക്കേണ്ട. നീ കയറിയത്തിൻ്റെ പിന്നാലെ പോയി നിൻ്റെ ജീവിതം നശിപ്പിക്കേണ്ട. മോളെ, നിൻ്റെ ജീവിതം നീ തുലച്ച് കളയണ്ട. മോനെ, നിൻ്റെ ജീവിതം നീ വല്ല പെൺകുട്ടികളുടെയും പിറകെ നടന്ന് നിൻ്റെ ആയുസ് നശിപ്പിക്കേണ്ട. നിൻ്റെ പഠിത്തം കളയണ്ട. ദൈവത്തിന് സ്തോത്രം. നിനക്കിന്ന് നല്ല അവസരമാണ്. ഇന്ന് നിനക്ക് മനം തിരിയാം. നിനക്ക് വേണ്ടി ഏറ്റവും നല്ല ദൈവം കരുതിയിട്ടുണ്ട്. എന്തിന് നീ അഴലുന്നു? എന്തിന് നീ വിഷമിക്കുന്നു? നിൻ്റെ വിവാഹം നടന്നിട്ടില്ലേ? പേടിക്കേണ്ട. നിനക്ക് കുഞ്ഞുണ്ടായില്ലേ? പേടിക്കേണ്ട. സ്തോത്രം. നിനക്ക് ഏറ്റവും നല്ല ഒരു ഇണയെ തരാൻ ദൈവം ശക്തനാണ്. അറിയാമോ നിങ്ങൾക്ക്? സ്വർഗത്തിലെ ദൈവം ശക്തനാണ്. നിങ്ങൾക്ക് ഏറ്റവും പ്രയോജനമുള്ള ഒരു വധുവിനെ, ഒരു വരനെ തരാൻ ദൈവം ശക്തനാണ്. മക്കളുടെ വിവാഹത്തെ ഓർത്ത് വ്യാകുലപ്പെടുന്നവരുണ്ടല്ലോ. ഞാൻ വിശ്വസിക്കുന്നു, സ്വർഗത്തിലെ ദൈവം എല്ലാം കാണുന്നു, എല്ലാം അറിയുന്നു. നിങ്ങളുടെ ജീവിതം യേശുവിന് കൊടുത്താൽ നിങ്ങളുടെ കാര്യം യേശുവിൻ്റെ കാര്യമാകും. നല്ല അനുഭവത്തോടെയാണ് പറയുന്നത്. എൻ്റെ കാര്യം എനിക്ക് കഴിവുള്ളതുപോലെ ഞാൻ യേശുവിന് കൊടുത്തു. എൻ്റെ കാര്യങ്ങളെല്ലാം, എൻ്റെ കാര്യം, എൻ്റെ കുടുംബം, എൻ്റെ മക്കൾ, മക്കളുടെ മക്കൾ, മക്കളുടെ മക്കൾ, എല്ലാം യേശുവിൻ്റെ കയ്യിലേക്ക് ഏൽപ്പിച്ചു. ദൈവത്തിന് സ്തോത്രം. എല്ലാം ഏൽപ്പിച്ചു. കമ്മിറ്റ് ദൈ വേ ടു ഗോഡ്, ഹി വിൽ സസ്റ്റെയിൻ ദീ. നിൻ്റെ വഴി യഹോവയെ ഫലമേൽപ്പിക്കുക, അവനിൽ ആശ്രയിക്കുക, അവനെ നിർവഹിക്കും. നിൻ്റെ വഴി യഹോവയെ ഫലമേൽപ്പിക്കുക. കമ്മിറ്റ് ദൈ വേ ടു ഗോഡ്. ദൈവത്തിൻ്റെ വഴി ഏൽപ്പിച്ചു കൊടുക്കുക. സ്തോത്രം. എല്ലാം ഏൽപ്പിച്ചു കൊടുത്താൽ നമ്മുടെ കാര്യം കർത്താവ് നോക്കും. നമ്മുടെ ചുമട് കർത്താവ് ഏൽക്കും. നാം ഇനി ചുമന്ന് വിഷമിക്കേണ്ട. സ്നേഹിത, നീ ഭയപ്പെടേണ്ട. നീ ചുമന്ന് വലയേണ്ട. നിൻ്റെ ചുമട് ചുമന്ന് നീ വിഷമിച്ച് നടക്കേണ്ട. യൗവനക്കാര, നിൻ്റെ ജീവിതത്തിലെ ചുമടുകൾ വളരെ ഉണ്ട്, എനിക്കറിയാം. എന്നാൽ ആ ചുമടുകൾ കർത്താവ് അറിയുന്നു. കർത്താവ് അതെല്ലാം മാറ്റേണ്ട സമയത്ത് മാറ്റിക്കൊള്ളു. നീ ഭയപ്പെടേണ്ട. നിൻ്റെ പ്രാരബ്ധങ്ങൾ, നിൻ്റെ ക്ലേശങ്ങളെല്ലാം കർത്താവ് കാണുന്നുണ്ട്. നിൻ്റെ കടങ്ങൾ, നിൻ്റെ വിഷമതകളെല്ലാം കർത്താവ് കാണുന്നുണ്ട്. സ്നേഹിത, നിൻ്റെ ജീവിതത്തിൽ നീ അനുഭവിക്കുന്ന യാതനകളെല്ലാം കർത്താവ് കാണുന്നുണ്ട്. മകളെ, നീ നേരിടുന്നതായി പ്രശ്നങ്ങളെല്ലാം കർത്താവ് കാണുന്നുണ്ട്. നിൻ്റെ കുടുംബത്തിൽ നീ അഴലുന്ന കാര്യങ്ങളെല്ലാം കർത്താവ് കാണുന്നുണ്ട്. സ്വർഗത്തിലെ ദൈവം എല്ലാം ഓർത്തിട്ടുണ്ട്. സ്തോത്രം. യഹോവ ഓർത്തിരിക്കുന്നു. സ്തോത്രം. ദൈവം ഒന്നും മറന്നു പോയിട്ടില്ല. എൻ്റെ ദൈവം മറക്കുന്നവനല്ല, എൻ്റെ ദൈവം പൊറുക്കുന്നവനാണ്. സ്തോത്രം. എൻ്റെ ദൈവമേ, എൻ്റെ ജീവനുള്ള ദൈവം സ്നേഹം മാത്രമാണ്. ആ നല്ലവനായ യേശുവിനെ ഇപ്പോൾ നിങ്ങൾ വിളിക്കാമോ? അവൻ്റെ കരുത്തിലേക്ക് നിൻ്റെ ജീവിതം വെച്ച് കൊടുക്കാമോ? യേശുവേ, ഇത്രയും കാലം നഷ്ടപ്പെടുത്തിയല്ലോ. ഇന്ന് ഞാനിതാ ആഘോർ താഴ്വരയുടെ അന്ധതയിലേക്ക് പോകുന്നതിന് മുൻപ്, മാരകമായ നാശത്തിലേക്ക് പോകുന്നതിന് മുൻപ്, ഇപ്പോൾ നാഥ, ഞാൻ എൻ്റെ പാവങ്ങളെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നു. ഞാൻ എന്നെ തന്നെ ശുദ്ധീകരിക്കുന്നു. എൻ്റെ മേൽ തൃക്കരം വയ്ക്കണമേ. നിൻ്റെ തിരുവിലാവിൽ നൊഴിയ തിരു രക്തം ഒരു തുള്ളി എൻ്റെ നെറ്റിമേൽ പതിയണമേ. യേശുവേ, ഇപ്പോൾ തന്നെ നീ എൻ്റെ അരികിലേക്ക് വരണമേ. നാഥ, ഇപ്പോൾ തന്നെ എൻ്റെ യേശുവേ, എൻ്റെ പാപങ്ങൾ കഴുകണമേ.
നാളെയല്ല, നാളെ കഴിഞ്ഞല്ല, ഇനിയത്തെ യോഗത്തിലല്ല, ഇന്ന് 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 ഇന്നൊരു ദിവസം യേശുവേ, ഇതാ എൻ്റെ ആയുസ് നിൻ്റെ കയ്യിലേക്ക് ഞാൻ ഇതാ വെച്ച് തരുന്നു കർത്താവേ. എൻ്റെ ഭാവിയെ ഇതിനെ ഏൽപ്പിക്കുന്നു. നാളെ എന്തോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, എന്നാൽ ഒന്നെനിക്കറിയാം, യേശു എൻ്റെ കൂടെ ഉണ്ടായിരുന്നാൽ മാത്രം മതി എന്ന് എനിക്കറിയാം. യേശുവേ, എൻ്റെ ആങ്സൈറ്റീസ്, എൻ്റെ ഫിയേഴ്സ്, എൻ്റെ സംശയങ്ങൾ, എൻ്റെ ആശങ്കകൾ, എൻ്റെ ഭയപ്പാടുകൾ, എൻ്റെ ഭീതികൾ എല്ലാം ഞാനിതാ കൊണ്ടുവരുന്നു. എൻ്റെ മനസ്സിനെ അലട്ടുന്ന പ്രശ്നങ്ങളെല്ലാം കൊണ്ടുവരുന്നു. യേശുവേ, നീ ഒന്ന് പിടിച്ചുകൊള്ളണമേ, എന്നെ നീ പിടിച്ച് ഉയർത്തണമേ കർത്താവേ. എന്നെ നീ അടിച്ച് നിൻ്റെ മാറോട് അണയ്ക്കണമേ കർത്താവേ. തിരക്തത്താൽ എന്നെ പൊതിയണമേ കർത്താവേ. തിരക്തത്താൽ എൻ്റെ പാവങ്ങൾ കഴുകി കളയണമേ കർത്താവേ. വന്നുപോയ തെറ്റുകളെല്ലാം കഴുകി എന്നെ വിശുദ്ധീകരിക്കണമേ. എൻ്റെ മേൽ നിന്റെ തൃക്കരം വെച്ച് എന്നെ ആശീർവദിക്കണമേ കർത്താവേ. തിരുനാമനിൽ കൂടി മഹത്വപ്പെടുത്തണമേ കർത്താവേ. നിത്യതയിലേക്ക് ഞാൻ വരുമ്പോൾ കറതീർന്നവനായി കളങ്കമില്ലാത്തവനായി വരുവാൻ എന്നെ ഒരുക്കണമേ കർത്താവേ. അവിടുത്തെ കൃപയുടെ കാര്യത്തിലേക്ക് ഞാൻ ഏൽപ്പിക്കുകയാണ് യേശുവേ. ഇപ്പോൾ തന്നെ നിന്റെ കാര്യത്തിൽ വെച്ച് എന്നെ അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ. യേശുവേ, നിന്നോടൊരു വാക്ക് പറയുന്നു കർത്താവേ, ഇനിമേൽ ഞാൻ പുതിയ മനുഷ്യനായിരിക്കും. ഇനിമേൽ ഞാൻ നിന്റെ വകയായിരിക്കും. യേശുവേ, നീ എനിക്ക് വേണ്ടി മരിച്ചതിനാൽ ഇന്നു മുതൽ ഞാൻ നിനക്കായി ജീവിക്കും. ഹല്ലേലൂയ. അങ്ങനെ തീരുമാനമുള്ളവർ മാത്രം കരങ്ങൾ ഉയർത്തുകയും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ജീവനുള്ള ദൈവമേ, വാഴ്ത്തപ്പെട്ട കർത്താവേ, മനോഹരമായ സമയത്തിനായി സ്തോത്രം. അവിടുത്തെ ഈ മക്കളെ അവിടെ തൊട്ടതിനായി സ്തോത്രം. അവിടെ പ്രശ്നങ്ങളെ അവിടെ നിന്ന് പരിഹരിക്കാൻ തൃക്കരം വെച്ചതിനായി സ്തോത്രം. രോഗങ്ങളെ അകറ്റിയതിനായി സ്തോത്രം. ഭാരങ്ങൾ നീക്കിയതിനായി സ്തോത്രം. കർത്താവ്, രോഗക്കിടക്കയിൽ കിടക്കുന്നവരെ രോഗക്കിടക്കയിൽ അവിടെ സന്ദർശിക്കുന്നതിനായി സ്തോത്രം. എൻ്റെ കർത്താവേ, ഞങ്ങളുടെ വേദന വിഷയങ്ങളെല്ലാം അവിടെ ഏറ്റെടുത്തതിനായി സ്തോത്രം. ഞങ്ങളുടെ ആകുലങ്ങളോട് തൃക്കരങ്ങൾ എടുത്തതിനായി സ്തോത്രം. എൻ്റെ കരുണയുള്ള കർത്താവേ, ഇന്നെന്ന പോലൊരു ദിവസം അവിടുന്ന് വീണ്ടും വരുമ്പോൾ തിരുസനിലേക്ക് പറന്നു ഉയരാൻ ഞങ്ങളെ യോഗ്യരാക്കി തീർക്കണമേ, വിശുദ്ധീകരിക്കണമേ. യേശുക്രിസ്തുവിൻ്റെ മഹത്വപൂർണ്ണമായ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന കൃപയോടെ കേൾക്കണം പിതാവേ. ആമീൻ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. പ്രൊഫസർ M.Y. യോഹന്നാൻ പവർ വിഷൻ ടിവിയിൽ പ്രസംഗിക്കുന്നു. എല്ലാ ദിവസവും രാവിലെ 5:30 ഉച്ചയ്ക്ക് 1:30 രാത്രി 8:30. ഈ ആശ്വാസ സന്ദേശം നിങ്ങൾ ശ്രദ്ധിച്ചുവല്ലോ. നിങ്ങളുടെ അഭിപ്രായങ്ങളും പ്രാർത്ഥനാ വിഷയങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുമല്ലോ. ഞങ്ങളുടെ വിലാസം: പ്രൊഫസർ M.Y. യോഹന്നാൻ, പോസ്റ്റ് ബോക്സ് നമ്പർ 17, കോലഞ്ചേരി 682311. ഫോൺ 9142303096.